അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1427, സൂറത്തു ഇബ്രാഹിം 27. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ് ويضل الله الظالمين ويفعل الله ما يشاء. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يثبت الله അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തുന്നതാണ്, സ്ഥിരത നൽകുന്നതാണ്. അല്ലദീന ആമനു, സത്യവിശ്വാസികളെ സ്ഥിരപ്പെടുത്തും. ബിൽ ഖൗലി സാബിത്തി, സ്ഥിരതയുള്ള വാക്കുകൊണ്ട്. ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തും. വഫിൽ ആഖിറ, പാരത്രിക ജീവിതത്തിലും സ്ഥിരത നൽകും. വയുളില്ലുല്ലാഹു ളാലിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹു തആല വഴിതെറ്റിക്കും. വയഫ്അലുല്ലാഹു മാ യശാഉ, അല്ലാഹുവിന് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ സ്ഥിരതയുള്ള വാക്കുകൊണ്ട് അല്ലാഹു തആല നിർണായകമായ ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് സ്ഥിരത നൽകും. അഥവാ നിർണായകമായ ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും യഥാർത്ഥ വിശ്വാസികൾക്ക് കാലിടറിപ്പോകാതിരിക്കാൻ അവർ യഥാർത്ഥത്തിൽ എടുക്കേണ്ട നിലപാടും സ്റ്റാൻഡും എന്താണോ അത് അങ്ങനെ തന്നെ എടുത്തു മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ധൈര്യവും അതിനാവശ്യമായിട്ടുള്ള മനക്കട്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. ഭൂമിയിൽ ജീവിക്കുമ്പോഴും പാരത്രിക ജീവിതത്തിലെത്തിയാലും. ഇവ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് യഥാർത്ഥ വിശ്വാസം കൈമുതലാക്കി ജീവിച്ചതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള അതിശക്തമായിട്ടുള്ള പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കി ഏതൊക്കെ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിലെ കഴിഞ്ഞുപോയ വിശ്വാസികൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ ഭാര്യയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് മൂസാ നബി അലൈഹിസ്സലാം എന്ന സത്യത്തിൽ വന്ന പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചു എന്ന കാരണത്താൽ ഫറോവയുടെ കൊട്ടാരത്തിലെ സകലമാന സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നതിനിടയിൽ അതിക്രൂരമായ വിധത്തിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴും ഫിർഔനും അവന്റെ പട്ടാളക്കാരും തന്നെ ഏതു നിലക്കും ഉപദ്രവിക്കുമെന്ന് മനസ്സിലായപ്പോഴും വിശ്വാസത്തിന്റെ രാജവീതിയിൽ നിന്ന് അവിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹ തയ്യാറായില്ല. ഈ ലോകത്ത് ഫറോവയുടെ സുഖകരമായ സൗകര്യങ്ങളുള്ള കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗകര്യം നഷ്ടപ്പെടുകയാണ് എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്താ? റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി എന്നാണ്. പടച്ചവനെ, ഈ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ പുറത്താവുകയാണ്. പക്ഷെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താവുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനേക്കാളും മെച്ചപ്പെട്ട കൊട്ടാരങ്ങൾ നിന്റെ അടുത്തുണ്ടല്ലോ. അതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് നീ ഒരു കൊട്ടാരം റെഡിയാക്കി തരണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫറോവയുടെയും കിങ്കരന്മാരുടെയും അതിഗുരുതരമായ വിധത്തിലുള്ള തിന്മകൾ, അതേപോലെ ശിക്ഷകൾ, അവരുടെ അക്രമങ്ങൾ, അതൊക്കെ ആവേശത്തോടെ അല്ലെങ്കിൽ ക്ഷമയോടുകൂടെ ഏറ്റുവാങ്ങുകയാണ്. എത്ര മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്കത് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു ഹദീസിൽ, സഹാബത്ത് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചപ്പോൾ അവരിങ്ങനെ വല്ലാതെ വിഷമം പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തൊരു ഹദീസ് കാണാം. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പ് കാലത്ത് ജീവിച്ച യഥാർത്ഥ സത്യവിശ്വാസികൾ അവരിൽ ഒരാളെ കൊണ്ടുവരപ്പെടുന്നു. എന്നിട്ട് ഈർച്ചവാൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നെറുകതലയിൽ വെക്കും. നെറുകതലയിൽ വെച്ചിട്ട് അയാളോട് പറയും, ആ ധിക്കാരികൾ ഇർജിഅ അൻ ദീനിക്, നിന്റെ മതത്തിൽ നിന്ന് രാജിവെക്കണം എന്ന്. അപ്പോൾ അയാൾ പറയും സാധ്യമല്ല എന്ന്. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യനെ ഈർച്ചവാൾ ഉപയോഗിച്ച് നിർദാക്ഷിണ്യം പച്ച മനുഷ്യനെ രണ്ടായി അവർ ഈർന്നു മുറിക്കും.
ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മുറിവിന്റെ നീറ്റലും വേദനയും ശരീരത്തെ ആകമാനം പിടികൂടുന്ന സമയത്തും പക്ഷേ ഫമാ റജഅൻ ദീനിഹി, അവന്റെ മതത്തിൽ നിന്ന് രാജിയാവാനോ മതം വേണ്ടെന്ന് പറയാനോ തയ്യാറാകാത്ത വിധം പാറ പോലെ ആ മതത്തിന്റെ ആശയങ്ങളിൽ ഉറച്ചു നിന്ന് മരണം വരിച്ച ധീരന്മാരായിട്ടുള്ള ആളുകളുടെ ചരിത്രം മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ സത്യവിശ്വാസം ജീവിതത്തിൽ പകർത്തിയ ആളുകളെ അതിൽ നിന്ന് പിന്മാറ്റാനുള്ള പല കുതന്ത്രങ്ങളും ഇവിടെ നടക്കും. എന്നാൽ ഏതു കുതന്ത്രങ്ങൾ വന്നാലും ആ കുതന്ത്രങ്ങളെല്ലാം പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി വിശ്വാസത്തിന്റെ വിശുദ്ധി കൂടുതൽ തിളക്കത്തോടുകൂടെ മനസ്സിൽ കൊണ്ടു നടക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുകയാണ് വേണ്ടത് എന്നതിന് ഒട്ടനവധി മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ നമുക്കറിയാമല്ലോ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന ഖുറൈശി പ്രമുഖന്റെ അടിമയായിരുന്നുവല്ലോ. ആ അടിമയായി ജീവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയപ്പോൾ മഹാനവകളുടെ ഹൃദയത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശം കയറുകയും നബിതങ്ങളെ കൊണ്ടുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ട് ഞങ്ങൾ പല്ലുന്നക ഉപയോഗിച്ച് എതിർക്കുന്ന ആളായ മുഹമ്മദ് നബിയെ വിശ്വസിച്ച് എങ്ങനെ എന്റെ വീട്ടിൽ അടിമയായി കഴിയും? ഉമയ്യത്ത് ഇബ്നു ഖലഫിന് കടുത്ത തലക്കനം കൊണ്ട്, അദ്ദേഹത്തിന്റെ ഈഗോ കൊണ്ട് അയാൾക്ക് ഭയങ്കര പ്രയാസം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ പുതിയ ഈ മതം രാജിവെക്കണം, ഞങ്ങളുടെ കൂടെ പാരമ്പര്യമായി ഞങ്ങൾ കണ്ടുവരുന്ന വിശ്വാസത്തിന്റെ കൂടെ നിൽക്കണം. മുഹമ്മദ് നബി പറയുന്ന ഈ ഏകദൈവ സിദ്ധാന്തത്തെ ഉൾക്കൊള്ളാൻ നിൽക്കാൻ പാടില്ല. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹു അണുവളവ് വ്യതിചലിച്ചില്ല, ഉറച്ചു നിന്നപ്പോൾ അവസാനം അവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി ചെയ്തതെന്താ? അൽഖൗഹു ബതഹബ്ബിറം ലാ അൽബിതാഹി വഖദ് ആലു അലൈഹി സഫൂറൻ ജമ്മത്തസ്ഖലി. ഉമയ്യത്ത് ഇബ്നു ഖലഫും അവന്റെ ആളുകളും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കടത്തിയിട്ട് തന്റെ ശരീരത്തിൽ വലിയ ഭാരമുള്ള പാറ കൊണ്ടുവന്നു വെച്ചു. അടിയിൽ നിന്ന് മണലിന്റെ ചൂടും മുകളിൽ നിന്ന് പാറയുടെ ഭാരവും, ഇത് രണ്ടിന്റെയും ഇടയിൽ ഞെങ്ങി ശ്വാസം വിടാൻ പോലും പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ അത്തരം പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി രാജിവെക്കുന്നു എന്ന് പറയാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഫവഹദല്ലാഹ ഇഖ്ലാസാ, ആ സമയത്ത് ആത്മാർത്ഥമായി അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ചരിത്രത്തിൽ എത്രയോ മഹാന്മാരുണ്ടല്ലോ. അതാണ് യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് അല്ലാഹു സ്ഥിരത നൽകും, ബിൽ ഖൗലി സാബിത്തി, സ്ഥിരതയുടെ വാക്കുകൊണ്ട്. സ്ഥിരതയുടെ വാക്ക് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. അതുകൊണ്ട് അല്ലാഹു തആല സ്ഥിരത നൽകും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ. അഥവാ യഥാർത്ഥത്തിൽ ഈ വിശ്വാസം മനസ്സിൽ ഉറച്ച ഒരാൾക്ക് ആ വിശ്വാസത്തിനെതിരിൽ എന്തു പ്രതിസന്ധികളുണ്ടായാലും അത് തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഈ വിശ്വാസത്തിന്റെ വിശുദ്ധി കാരണം അയാൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വാക്യത്തിന് ഉദാഹരണം പറഞ്ഞല്ലോ നേരത്തെ. അതിന്റെ മുരട് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാകും, വേരൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ. കൊമ്പും ചില്ലകളുമൊക്കെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ടാകുമെന്ന്. അതേസമയത്ത് മോശമായ വാക്യം അഥവാ ശിർക്കിന്റെ വാചകങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നും അത് തകർന്നു പോകുമെന്നും പറഞ്ഞുവല്ലോ. അപ്പൊ അത് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യവും കൂടെ അതിനോട് ചേർത്ത് പറയുകയാണ്. ഈ വാചകം, അതായത് കലിമത്തു തൗഹീദ് എന്ന അൽ കലിമത്തു തയ്യിബ, ഈ നല്ല വാക്യം എന്ന് പറഞ്ഞ ആ കലിമത്തു തൗഹീദ്, ആ കലിമത്തു തൗഹീദ് ഭൗതിക ജീവിതത്തിൽ അള്ളാഹുവിന്റെ വലിയ ആദരവ് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാനുള്ള വേദി നമുക്കൊരുക്കി തരും. അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലത്തിന് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതയും നമുക്കുണ്ടാക്കി തരും. അതായത് അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കാനും അവനെ അനുസരിക്കാനും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാധിക്കുന്നുവെങ്കിൽ
അയാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള വലിയ ആദരവ് ലഭിക്കാൻ അത് കാരണമാകുന്നുണ്ട്. അതേസമയത്ത് മോശമായ വാക്കിന് സ്ഥിരതയില്ലല്ലോ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും എവിടെയും നിലനിൽപ്പുണ്ടാവില്ല. അവർ അവരുടെ ആശയത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കേട്ടാൽ പതറിപ്പോകും. അവർക്ക് മറുപടി പറയാനാവാതെ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രകോപനങ്ങളിലേക്ക് അവർ തിരിയും. അവ വിശ്വാസിക്ക് അല്ലാഹു തആല ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഈ വിശ്വാസത്തിന്റെ ഒരു രസം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഖേന എന്തു പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അവൻ വിശ്വാസത്തിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞത്. മഹാനായ ഇമാം അബൂ സഊദ് റഹ്മഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ ഖൗലു ബിൽ ഖൗലി സാബിത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരതയുടെ വാക്കുകൊണ്ട് മനുഷ്യനെ വിശ്വാസികളെ സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സ്വാധീനം ചെലുത്തുകയും ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം കാണാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യും. എത്രത്തോളം തസ്ബീത്തുഹും ബിഹി ഫിദ്ദുനിയ, ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു തന്നെ ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ പറയുന്നത് കാണാം. തസ്ബീത്തുഹും ബിഹി ഫിദ്ദുനിയ, ദുനിയാവിൽ അല്ലാഹു തആല അവർക്ക് സ്ഥിരത നൽകുക എന്ന് പറഞ്ഞാൽ കൗനുഹും അവരാവലാണ് ലൗ ഫുതിനു അൻ ദീനിഹിം ഫിദ്ദുനിയ ലസബതു അലൈ, അവരുടെ ദീനിൽ നിന്ന് മതത്തിൽ നിന്ന് പിന്മാറാനുള്ള ഏതെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളുമായി ആരെങ്കിലുമൊക്കെ അവരുടെ മുന്നിലേക്ക് വന്നുപെട്ടാലും ലസബതു അലൈഹി, അവർ മതത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ്. അഥവാ മതത്തിന്റെ കാഴ്ചപ്പാടും മതത്തിന്റെ നിലപാടും ഉറക്കെ പ്രഖ്യാപിക്കുന്ന, അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുമെന്നാണ്. ദുനിയാവിൽ അവരെ അള്ളാഹു സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഒമാസാലു, അഥവാ അങ്ങനെ തന്നെ നിലനിന്നു പോകും അവർ, ഒരിക്കലും അതിൽ നിന്ന് അവർ പുറകോട്ട് പോകൂല. കമാജറാലി അസ്ഹാബിൽ ഉഖ്ദൂദ്, ഈ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിലേക്ക് വിശ്വാസിയാകുകയാണെങ്കിൽ അതിൽ കിടന്ന് തീയിൽ കിടന്ന് മരിക്കാൻ തയ്യാറാവണം എന്ന് പറഞ്ഞ ഘട്ടങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുണ്ടായപ്പോ ആ വിശ്വാസികൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ ശത്രുക്കൾ ഒരുക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് എടുത്തുചാടാൻ റെഡിയായ സംഭവം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ വല്ലദീനു ശുറൂബിൽ മനാശീർ, ഈർച്ചവാളുകൊണ്ട് അറക്കപ്പെട്ട ആളുകൾ അവര് മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായപ്പോൾ അവരൊക്കെ എന്താ ചെയ്തത്? അവരെല്ലാവരും അടിയുറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ അള്ളാഹുവിന്റെ ഏകത്വം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. വഫിൽ ആഖിറത്തി, ഇനി പരലോക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ഥിരത നൽകും. പരലോക ജീവിതത്തിൽ സ്ഥിരത നൽകും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ അതിന്റെ പ്രൈമറി സ്റ്റേജ് ഖബറിലാണ്. അഥവാ ഒരു ആൾ ഖബറിലെത്തിയാൽ, അത് വിശ്വാസിയായാലും അല്ലെങ്കിലൊക്കെ, ഖബറിൽ നമ്മൾ ആളുകളെ കൊണ്ടുപോയി മറവ് ചെയ്ത് സംസ്കരണ പ്രക്രിയയിൽ ഏർപ്പെട്ട ആളുകൾ തിരിച്ചു പോന്നാൽ 2 മലക്കുകൾ ഖബറിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 2 മലക്കുകൾ ഖബറിൽ വന്നിട്ട് അവർ ചോദ്യം ചോദിക്കും, മുൻകർ നക്കീർ അലൈഹിമുസ്സലാം. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മണിമണിയായി ഓരോ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയാൻ സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരത നൽകും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലം, ആ സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ അവിടെ ചോദ്യം ചോദിക്കാൻ വളരെ ഗൌരവത്തിലുള്ള 2 ആളുകൾ വരികയാണ്. അപ്പോ സ്ഥലം തന്നെ പുതിയത്, അവിടെ ചോദ്യം ചോദിക്കാൻ വരുന്ന ആളുകൾ ഭീകര ശൈലി അല്ലെങ്കിൽ അവരുടെ സ്വഭാവവും ശാരീരിക സ്ഥിതിയൊക്കെ കാണുമ്പോൾ പേടി തോന്നുന്ന ആൾക്കാർ, അവര് വന്ന് ചോദ്യം ചോദിച്ചാലും വിശ്വാസിക്ക് യാതൊരു കുലുക്കവുമില്ല, വിശ്വാസിക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അവന് കൃത്യമായിട്ട് മറുപടി പറയും. അതാണ് പരലോക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യും? സ്ഥിരത നൽകി അവരെ ആദരിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊന്ന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നത് ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ വലിയ ബേജാറിന്റെയും വലിയ വിഷമത്തിന്റെയും സാഹചര്യമാണ്. പക്ഷെ വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് യാതൊരു പ്രയാസവുമില്ലാത്ത വിധം സമാധാനത്തിന്റെ അന്തരീക്ഷം അല്ലാഹു തആല ഉണ്ടാക്കും എന്നാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് യഥാർത്ഥ വിശ്വാസം സംരക്ഷിക്കാൻ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നാൽ
ആ കഷ്ടപ്പാട് സഹിക്കുന്നത് ഒരു 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 പിന്നെ സന്തോഷമായി കാണാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു തആല നൽകലാണ് ഇവിടത്തെ സ്ഥിരത എന്ന് പറഞ്ഞത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതോടുകൂടെ ഇസ്ലാമൊക്കെ തീർന്നു, ഇനിയിപ്പോ ഇത് നിലനിൽപ്പില്ല, ഞാനിനി ഇതിന്റെ ആളാന്ന് പറയുന്നതിൽ അർത്ഥമല്ല എന്നൊന്നും പറഞ്ഞ് ബേജാറാവേണ്ട ഒരു കാര്യവും വിശ്വാസിക്കില്ല. യഥാർത്ഥ വിശ്വാസി ബേജാറാവുകയും ഇല്ല. ഇനി പരലോക ജീവിതത്തിന്റെ ഘട്ടങ്ങളിലേക്ക് വന്നാൽ അവിടെയും എന്തു ചെയ്യും? അവിടെ ഓരോന്നിനും കൃത്യമായിട്ട് ഉത്തരം പറയാനുള്ള ധൈര്യസമേതം ആ വരുന്ന പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് മഹാനായ ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഇമാം അബൂ ദാവൂദ്, അഹ്മദ്, ഇബ്നു ഖുസൈമ, ഹാക്കിം റളിയല്ലാഹു അൻഹു, ബൈഹഖി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ കാണാൻ നമുക്ക് ആ ഹദീസിൽ എന്താ പറയണേ? ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യന്റെ റൂഹിനെ മലക്കുകൾ പിടിച്ചാൽ ആ റൂഹ് പിടിച്ച് ആത്മാവിനെ പിടിച്ചു മരിപ്പിച്ചതിന് ശേഷം ആ ആത്മാക്കളുമായി മലക്കുകൾ ആകാശലോകങ്ങളിലേക്ക് കയറിപ്പോകും. ആകാശലോകങ്ങളിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ആകാശത്തേക്ക് പ്രവേശനാനുമതി ചോദിക്കുമ്പോൾ സത്യവിശ്വാസിയുടെ ആത്മാവാണെങ്കിൽ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും മേലോട്ട് പോയി എല്ലീനിൽ ആ റൂഹിനെ പിന്നെ താമസിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കപ്പെടുകയും ചെയ്യും. അതുവരെയുള്ള ഓരോ ആകാശങ്ങളിലും മലക്കുകൾ ഈ ആത്മാവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കും. രാജകീയമായ പ്രൗഢിയോടെയാണ് ആ ആത്മാവ് എല്ലീനിലേക്ക് പോകുന്നത് എന്നർത്ഥം. എന്നാൽ നിഷേധിയുടെ ആത്മാവുമായി ആകാശത്തിന്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടാൽ ആ മലക്കുകളോട് പറയും, അയാൾക്ക് വേണ്ടി വാതിൽ തുറക്കില്ല. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പൊ ആ സത്യനിഷേധ ആത്മാവിനെ മുകളിലേക്ക് ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെടില്ല. ഒന്നാം ആകാശത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ തടയപ്പെടുകയും പിന്നീട് ഏഴാം ഭൂമിയുടെ അടിയിൽ സിജ്ജീൻ എന്ന് പറയുന്ന ധിക്കാരികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഒരുക്കിയ ജയിലറയിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യും. ഏതായാലും അങ്ങനെ മാറ്റപ്പെട്ടതിന് ശേഷം മനുഷ്യരെ കബറടക്കിയാൽ ആ കബറടക്കപ്പെട്ട ആളുടെ അടുത്തേക്ക് ആ ആത്മാവിനെ വീണ്ടും അല്ലാഹു തആല മടക്കും. ഇമാം അഹ്മദും അബൂദാവൂദും ബൈഹഖി ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ സുമ്മത്തു ആദു റൂഹുഹു ഫീ ജസദിഹി, മനുഷ്യന്റെ ശരീരത്തിലേക്ക് അവന്റെ ആത്മാവിനെ മടക്കപ്പെടും. നല്ലവരുടേത് എല്ലീൻ എന്ന് പറയുന്ന അനുഗ്രഹീതമായ സ്ഥലത്ത്, ആദരവിന്റെ സ്ഥലത്താണ്. മറ്റൊരുടേത് സിജ്ജീൻ എന്ന് പറയുന്ന അങ്ങേയറ്റം ഒരു ജയിലറയിലാണ് ഉണ്ടാവുക. അവിടെ നിന്ന് ഈ ആത്മാവിനെ ഇവന്റെ ബോഡിയിലേക്ക് മടക്കും. മടക്കിയിട്ട് ഫയഅ്തിഹി മലക്കാൻ, രണ്ട് മലക്കുകൾ അവന്റെ അടുത്ത് വരും. എന്നിട്ട് ഫയുജ്ലിസാനിഹി, ആ രണ്ടുപേരും അവനെ എഴുപ്പിച്ചിരുത്തും. ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ കിടക്കണ മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് ഫയഖൂലാനി ലഹു, ആത്മാവ് കൂടി വന്നാൽ പിന്നെന്തായി? ചോദ്യത്തിന് മറുപടി പറയാനും ചോദ്യം കേൾക്കാനൊക്കെ പറ്റുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. ആത്മാവിന് മരണത്തോടുകൂടെ പിന്നെ യാതൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ല എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ആത്മാവിന് വാസ്തവത്തിൽ വലിയ അറിവും അതേപോലെ തന്നെ ഗ്രാഹ്യശക്തിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അങ്ങനെ ആ മനുഷ്യനോട് ചോദ്യം റബ്ബുക്ക് വമാ ദീനുക്ക് വമൻ നബിയുക്ക് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശ്വാസിയാണെങ്കിൽ അവൻ കൃത്യമായിട്ട് മറുപടി പറയും, റബ്ബി അല്ലാഹു ദീനിയൽ ഇസ്ലാം വ മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ അയാൾ ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി പറയും. ആ മറുപടി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സന്തോഷം രേഖപ്പെടുത്തുകയും അതിന്റെ അടിമക്ക് സ്വർഗത്തിലുള്ള വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കാനും സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കാനും സ്വർഗത്തിലെ രംഗങ്ങളൊക്കെ കാണാനുള്ള അവസരം ഒരുക്കാനും അല്ലാഹു തആല നിർദ്ദേശിക്കും. അതാണ് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, സത്യവിശ്വാസികളെ സ്ഥിരത ഇടവാക്കുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല സ്ഥിരപ്പെടുത്തി നിർത്തും. ചാഞ്ചല്യം ഉണ്ടാവൂല, അവര് ബേജാറാവൂല, അവർക്ക് കൃത്യമായ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് യുളില്ലുല്ലാഹു ളാലിമീൻ,
നിഷേധത്തിലൂടെ അക്രമികളായിട്ടുള്ള ആളുകളെ അല്ലാഹു തആല വഴിതെറ്റിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ചോദ്യം ചോദിക്കുന്ന സമയത്ത് മറുപടി പറയാൻ കിട്ടൂല. അവർ പറയും ലാദിരി എനിക്കറിയില്ല എന്ന് പറയും. മലക്കുകളിൽ നിന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങി അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യത്തിലേക്ക് അവൻ നീങ്ങേണ്ടി വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രേഖപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് ഉൾപ്പെടെയുള്ള മഹാന്മാർ ഉദ്ധരിച്ച ഹദീസിൽ നന്നായിട്ട് മറുപടി പറയുന്ന വിശ്വാസികളോട് മലക്കുകളുടെ ഭാഗത്ത് നിന്നൊരു ഒരു കമന്റ് ഉണ്ട്. എന്താണ് ആ കമന്റ്? ഇഷ്ത സഈദ ഉമുത്ത ഹമീദ നംനഉമത്തൽ അറൂസ്. ഇഷ്ത സഈദ, സഹോദര നീ ജീവിച്ചത് വിജയത്തിനാവശ്യമായ എല്ലാ മൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ്. ഒമുത്ത ഹമീദ, നീ മരണപ്പെട്ടിരിക്കുന്നത് സ്തുത്യർഹനായ നിലക്കാണ്. അഥവാ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നീ മരിച്ചത്. അതുകൊണ്ട് നൗമത്തൽ അറൂസ്, പുതിയ അപ്പള ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോളൂ. വെച്ചാൽ നിന്നെ ശല്യം ചെയ്യാൻ, നിനക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ, നിനക്ക് ഡിസ്റ്റർബ് ആകാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാവൂല എന്ന് സന്തോഷ വാർത്തയാണ് അറിയിക്കുക. അതേസമയത്തോ യുളില്ലുല്ലാഹുൽ ആലിമീൻ, അക്രമികളായ ആളുകൾ അല്ലാഹു വഴിതെറ്റിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി പറയാൻ കിട്ടൂല. മലക്കുകളുടെ ചോദ്യത്തിന് മുന്നിൽ അവർ പകച്ചു നിന്നു പോകും. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം മലക്കുകൾ അവരെ അടിക്കുകയും അവർക്ക് വിവിധ ശിക്ഷകൾ ഖബറിൽ തന്നെ പാസാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായി ഒരു ചോദ്യം വരാം, എന്ത്, അവരങ്ങനെയും ഇവരെങ്ങനെയാക്കിയത്? അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അവരങ്ങനെയും ഇവരെ ഇങ്ങനെയും ആക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഹിക്മത്തുകൾ റബ്ബിനുണ്ടാകും. ആ ഹിക്മത്തനുസരിച്ചാണ് അവനത് ചെയ്തിട്ടുള്ളത് എന്ന് ചുരുക്കം. അല്ലാഹു നമുക്കെല്ലാവർക്കും ഇതൊക്കെ നന്നായി മനസ്സിലാക്കി നല്ല ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി